നിലമ്പൂരിൽ ആര് ജയിക്കും എന്നൊരു പ്രവചനം നടത്താനാണ് ഞാൻ വന്നത്. അതിനിടയിൽ നേതാക്കളുടെ പ്രതികരണങ്ങൾ കേൾക്കാമെന്ന് വെച്ചു. കേട്ടപ്പോൾ തോന്നി സംഗതി വിചാരിച്ച പോലെയല്ല, അതത്ര എളുപ്പമല്ല. എല്ലാവരും ജയിക്കും. കാരണം എല്ലാവരും വലിയ പ്രതീക്ഷയിലാണ്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് അവർ ജയിക്കും, ഉറപ്പ് എന്ന് തന്നെയാണ് പറയുന്നതാണെങ്കിൽ ചില്ലറക്കാരല്ല, തലയെടുപ്പുള്ള നേതാക്കൾ. അവരെല്ലാം ഒരേ സ്വരത്തിൽ ഉറപ്പിച്ച് പറയുന്നത് അവരുടെ പാർട്ടി ജയിക്കും എന്ന് തന്നെയാണ്. ഏതായാലും എല്ലാവർക്കും ജയിക്കാൻ കഴിയില്ല. അതിൽ ഒരാൾ ജയിക്കും, മറ്റുള്ള എല്ലാവരുടെയും ഉറപ്പ് കുറിപ്പിന്റെ ഉറപ്പാകുകയും ചെയ്യും. ഇനി നിലമ്പൂർ UDF പോരാട്ട വീര്യം ഇടറിക്കൊണ്ടാകെ മാറും ഇടതിന്റെ ശൗര്യം. ആദ്യ ഉറപ്പ് പറയുന്നത് പണ്ട് ഉറപ്പ് പറഞ്ഞ് തോറ്റ അമ്പിയ ഒരാളാണ്. അത് മറ്റാരുമല്ല, UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് തന്നെ. നിലമ്പൂരിൽ വെറും വിജയമല്ല കേട്ടോ, ചരിത്ര വിജയമാണ് മൂപ്പർ പ്രതീക്ഷിക്കുന്നത്. എന്ത് ചെയ്താലും ജനങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്, നിലമ്പൂരിന്റെ ചരിത്രത്തിൽ ഒരിക്കലും കിട്ടാത്തൊരു വലിയ ഭൂരിപക്ഷം നിലമ്പൂർ കിട്ടും. ഓക്കെ, ഇതിന് കാരണവും മൂപ്പർ പറയുന്നുണ്ട്. ഇതാണ് പിണറായി വിജയൻ ഗവൺമെന്റിനെ താഴെയിറക്കണം. താഴെയിറക്കുക എന്ന് പറഞ്ഞാൽ 2026 അതിനെതിരെയുള്ള ശക്തമായ ഒരു ജനവികാരം നിലനിൽക്കുന്നുണ്ട്. പിന്നെ നിലമ്പൂരിലെ പ്രാദേശിക കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഒരു ചരിത്ര വിജയം നിലമ്പൂരിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും. അപ്പോൾ ജയിക്കും, ഒരു സംശയം വേണ്ട. ഞാനാണ് പറയുന്നതെങ്കിൽ തള്ളാം, പക്ഷെ പറയുന്നത് ഞാനല്ല. പിണറായി ഇസം പോലെ ഇപ്പോൾ PV അൻവറിന്റെ ഭാഷയിൽ പുതിയൊരു ഇസം തന്നെ ഉണ്ടാക്കിയ ഗഡാഗട്ടികനാണ്. ചില്ലറക്കാരനല്ല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചെറിയ ഭൂരിപക്ഷത്തിനല്ല കേട്ടോ, നല്ല ഭൂരിപക്ഷത്തിന് ഷൗക്കത്ത് ജയിക്കും. സർക്കാരിനെതിരായിട്ട് പ്രതികരിക്കാൻ ജനങ്ങൾ ഒരു അവസരം നോക്കിയിരിക്കുകയാണ്. അത് നിലമ്പൂരിലെ ജനങ്ങൾ മാത്രമല്ല പ്രതികരിക്കുന്നത്, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി പ്രതീകാത്മകമായി ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കെതിരായി പ്രതികരിക്കുന്നത് നിലമ്പൂരിലെ ജനങ്ങളാണ്. VD സതീശൻ മാത്രമല്ല, UDF യുവജന ശബ്ദമായി മാറിയിരിക്കുന്ന ഷാഫി പറമ്പിലും ആവർത്തിച്ചു പറയുന്നു, നിലമ്പൂരിന്റെ അടുത്ത MLA UDF MLA തന്നെ. ആവർത്തിച്ച് ഞാൻ പറയുന്നു, ഈ ജനവിരുദ്ധ ഭരണകൂടത്തെ താഴെ ഇറക്കി ജനങ്ങളുടെ രക്ഷയ്ക്കായി ഐക്യ ജനാധിപത്യ മുന്നണി ഉണ്ടായിരിക്കും. ഈ ജാഥയ്ക്കും അതിന്റെ നായകനും സഹപ്രവർത്തകർക്കും ഹൃദയാഭിവാദ്യങ്ങൾ നേരുന്നു. നിലമ്പൂരിന്റെ അടുത്ത MLA UDF MLA ആയിരിക്കുമെന്ന് ആവർത്തിച്ചുകൊണ്ട് നിർത്തുന്നു. UDF യുവാക്കളുടെ പടക്കുതിര രാഹുൽ മാങ്കൂട്ടത്തിലും ഉറപ്പിച്ചു പറയുന്നു, ചരിത്ര വിജയം ഉണ്ടാവും. ആധികാരികമായ വിജയം ഉറപ്പിച്ചു പറയുന്നു. നിലമ്പൂർ മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം അത് ഇത്തവണ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികളുണ്ട്. കോൺഗ്രസ്സുകാർ മാത്രമല്ല, മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും പറയുന്നത് ഷൗക്കത്ത് ജയിക്കും, ഒരു സംശയം വേണ്ട. വോട്ട് ചെയ്ത് എണ്ണിത്തീരുമ്പോൾ നിലമ്പൂരിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് യാതൊരു ആർക്കാണ് സംശയം? എനിക്കറിയില്ല. ഈ നാട്ടിലെ വാർത്താ മാധ്യമങ്ങൾക്കാണ് വലിയ സംശയം. അപ്പൊ ഉറപ്പിച്ചേ, ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ പിടിച്ചടക്കും. 3 തരം എന്ന് വിളിക്കാനിരിക്കുമ്പോഴാണ് ആര്യാടൻ ഷൗക്കത്ത് ജയിക്കൂല, ഒരിക്കലും ജയിക്കൂല എന്ന് തിരുത്തി പറയുന്നത് ഞാനല്ല, കേരളത്തിന്റെ പുതിയ ഇരട്ടച്ചങ്കൻ സാക്ഷാൽ PV അൻവർ. ഞാൻ ഷൗക്കത്തിനോട് പറഞ്ഞു, ഷൗക്കത്ത് നീ ജയിക്കൂല, നീ ഒന്ന് വെയിറ്റ് ചെയ്യും. അതങ്ങനെ തന്നെ പറഞ്ഞത്. നീ കേട്ടോ ഞാൻ എന്താ പറഞ്ഞത്? ഞാനിതൊക്കെ അള്ളാഹുവിനെ സാക്ഷിയെടുത്താ പറയുന്നത്. അൻവറിന് ഷൗക്കത്തിന് ദഹിക്കാത്തത് കൊണ്ടാണ് ഈ കുഴപ്പമൊക്കെ, വേറെ കുഴപ്പമൊന്നുമില്ല. പറയുന്നത് സാക്ഷാൽ ലീഡറുടെ പ്രിയപുത്രൻ K മുരളീധരൻ. അൻവറിന് എന്തുകൊണ്ടോ ആര്യാടൻ ഷൗക്കത്തിന് അങ്ങ് ദഹിക്കാത്ത ഒരവസ്ഥ ഉള്ളത് കൊണ്ടാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായത്. അപ്പൊ ഉറപ്പിച്ചോളൂ, ജയിക്കൂല, അൻവറാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ ഷൗക്കത്തിന്റെ സീറ്റ് കയറിയേ. അടുത്ത ആളെ നോക്കാം. തുടരാൻ മുന്നേറ്റം പടരാൻ നിറയണമണിയണിയാൻ നമ്മളീ ചെമ്പടയാൻ. LDF വീരപുത്രൻ M സ്വരാജിനെ നോക്കാം. അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത് ജയിക്കും എന്ന് തന്നെയാണ്. കാരണം കേരളത്തിലെ ഈ വികസനങ്ങളൊക്കെ ഇങ്ങോട്ട് കണ്ടാൽ പിന്നെ എനിക്കല്ലാതെ ആർക്ക് ജനം വോട്ട് ചെയ്യുമെന്നാണ് സ്വരാജിന്റെ ചോദ്യം.
ഈ കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായ മഹത്തായ മാറ്റങ്ങൾ, ആ മാറ്റങ്ങളെ അവരും ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. അവരും അത് ഉൾക്കൊള്ളുന്നു, അംഗീകരിക്കുന്നു. അത് തുടരണം എന്ന് ഉള്ളിന്റെ ഉള്ളിൽ അവർ ആഗ്രഹിക്കുന്നു. ഒരു മലയാളി പവർ കട്ട് വേണം എന്ന് ആഗ്രഹിക്കില്ല. നമ്മുടെ പള്ളിക്കൂടങ്ങളിൽ ഉണ്ടായ മാറ്റം, എല്ലാ ക്ലാസ് മുറികളും സ്മാർട്ടായി, സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പാഠപുസ്തകം കുട്ടികളുടെ കയ്യിൽ. നമ്മൾ ആരെങ്കിലും കരുതിയിരുന്നു ഇങ്ങനെയൊരു കാലം വരുമെന്ന്? നമ്മുടെ ഇരട്ടച്ചങ്ക മുഖ്യമന്ത്രിയും പറയുന്നത് കേരളത്തിൽ നടപ്പിലാക്കിയ അസാധ്യമെന്ന് പറയുന്ന വികസനങ്ങൾ നടത്തിയ സർക്കാരിനെ, അതിലെ നാഷണൽ ഹൈവേ പോലുള്ള അസാധ്യമായി പൊടിയുന്ന വികസനങ്ങളും ഉണ്ട് എന്ന് മറക്കരുത് കേട്ടോ. അത് നമ്മുടെ അല്ല, കേന്ദ്രത്തിന്റെ ആണ് എന്നിപ്പോ പറയുമെങ്കിലും മുമ്പ് അങ്ങനെയല്ല പറഞ്ഞത് എന്ന് ഓർക്കണം. ഇതൊക്കെ കണ്ട് ജനം നിലമ്പൂരി മാത്രമല്ല കേരളത്തിൽ മുഴുവനും LDF-നെ വിജയിപ്പിച്ചു കളയും എന്നാണ് പറയുന്നത്. തമാശയാണെന്ന് വിചാരിക്കണ്ട, ഇതാ കേട്ടോളൂ. ഈ രണ്ട് ഘട്ടത്തിലും LDF അധികാരത്തിൽ വന്നു. 2016 അധികാരത്തിൽ വന്ന സർക്കാർ 2021 തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചു. അതിന്റെ ഭാഗമായി നടപടികളെല്ലാം തുറന്നു വന്നപ്പോ ഇന്ന് കാണുന്ന അസാധ്യം എന്ന് നമ്മൾ ഒരു കാലത്ത് കരുതിയിരുന്ന പലതും സാധ്യമാക്കാൻ കഴിഞ്ഞുവെന്ന്. നിലമ്പൂർ നടക്കുമേ മക്കൾ തമ്മിലുള്ള പോരാട്ടമാണ്. ഒന്ന് നിലമ്പൂരിന്റെ മുൻ MLA-യും മന്ത്രിയും ഒക്കെ ആയിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത്, അത് മനസ്സിലായി. രണ്ടാമത്തെ മകൻ ആര് അത് എന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല, നിലമ്പൂരിന്റെ മുൻ MLA-യും മന്ത്രിയും ഒക്കെ ആയിരുന്ന സഖാവ് TK ഹംസയുടെ മകൻ. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയോ? അതാര് എന്നല്ലേ എന്നാ കേട്ടോളൂ. എന്റെ മകനാണ്. അന്ന് ഞാൻ മത്സരിച്ചപ്പോൾ അപ്പോഴത്തെ ആര്യാണെന്നാണെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന്റെ മകനാണ്. ഇപ്പൊ അതിനെ എതിർക്കുന്നത് എന്റെ മകനാണ്. അങ്ങനെ മക്കൾ തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ എല്ലാ പിന്തുണയും സഹകരണവും തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. അഭിവാദനങ്ങൾ. അപ്പോൾ ഇനി ആർക്കും സംശയമില്ലല്ലോ, സഖാവ് TK ഹംസയുടെ മകനാണ് സഖാവ് M സ്വരാജ്. എനിക്കൊരു സംശയം, ഈ സ്വന്തം തന്തയ്ക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? പണ്ട് ആര്യാടൻ മുഹമ്മദിനെ സ്വരാജിന്റെ വാപ്പ നിലമ്പൂരിൽ തറപറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ ചരിത്രം ആവർത്തിക്കും. ഒരു ഹംസയുടെ മുന്നാരമോൻ സ്വരാജ് ജയിക്കും. അപ്പോൾ ഒരു ചെറിയ സംശയമുണ്ടേ, TK ഹംസ ഒന്ന് CPM അല്ലല്ലോ. സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിന്റെ പേരിൽ കോൺഗ്രസിൽ നിന്ന് കാലു മാറി CPM പിന്തുണയോടെ മത്സരിക്കുന്ന സ്വതന്ത്രനാണ്. ചിഹ്നമാണെങ്കിൽ സ്വരാജിനെ പോലെ അരിവാൾ ചുറ്റിയ നക്ഷത്രമൊന്നുമല്ല, കുടമായിരുന്നു. അപ്പൊ പിന്നെ ചരിത്രം ആവർത്തിക്കുമ്പോ സഖാവേ എന്ന് ചോദിച്ചാൽ എന്തോ തന്റെ തന്തക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയെന്ന് കരുതി എല്ലാ തന്തമാർക്കും അങ്ങനെ പറ്റണമെന്നുണ്ടോ? UDF-കാർക്കെതിരെ പോലീസും തെരഞ്ഞെടുപ്പ് കമ്മീഷനും എല്ലാം ഇപ്പൊ പതിവ് പോലെ നീലപ്പെട്ടി തിരക്കിങ്ങനെ രംഗത്തിരിക്കുക. അവരിപ്പോഴും രാഹുലിനെയും ഷാഫി പറമ്പിനെയും വിടാതെ പിന്തുടരുകയാണ്. അവർക്കറിയേണ്ടത് പെട്ടിയിൽ എന്താണ് എന്നാണ്. ഒരു നോട്ട് കെട്ടെങ്കിലും ഈച്ചഭാഗ്യത്തിന് കിട്ടിയാൽ പിന്നെ സ്വരാജിന്റെ വിജയം ഉറപ്പിക്കാം. പക്ഷെ കിട്ടുന്നില്ല. ഇതാ ഈ അവസ്ഥയാണ് പോലീസിന് ഇപ്പോൾ. ഇനി നേരെ പോകാം BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജിലേക്ക്. അത് ഉറപ്പിച്ച് പറയുന്നത് ജയിക്കും എന്ന് തന്നെയാണ്. കഴിഞ്ഞ തവണ 8,000 ചില്ലാനും വോട്ട് മാത്രമാണ് കിട്ടിയത്. എന്നാലും മൂപ്പര് പറയുന്നത് ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അതിനുള്ള ഓപ്പറേഷനിലാണ് മൂപ്പരും കൂട്ടരും. ഉണ്ടാവും. ഞാനും പ്രതീക്ഷിക്കാണല്ലോ. കാരണം എത്രയോ വർഷങ്ങളായി ഞങ്ങൾ ഈ രംഗത്തുള്ള ആൾക്കാരാണ്. എനിക്ക് പല രീതിയിലുള്ള ബന്ധങ്ങളുണ്ട്. ഞാൻ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ, നോട്ടറി എന്ന നിലയിൽ, മർത്തോമാ സഭയുടെ ആളെന്ന നിലയ്ക്ക്, സാമൂഹ്യ പ്രവർത്തന നിലയ്ക്ക്, ഇതിലൊക്കെ ഒരു YMCA പ്രവർത്തന നിലയ്ക്ക് ഞാൻ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്ന ആളാണ്. ഒരുപാട് സംഘടനകളുമായി ബന്ധപ്പെട്ട് ഈ കവളപ്പാറ ദുരന്തത്തിലൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതൊക്കെ ജനങ്ങൾക്കറിയാം. മോഹൻ ജോർജ് മാത്രമല്ല, നമ്മുടെ ഷിറ്റ്ഫയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കൂട്ടിനുണ്ട്. ശ്രീ മോഹൻ ജോർജിനാണ് ആ ഒരു വിജയം സമ്മാനിക്കുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പടരും പടരും പടരും. ഒന്ന് സഹകരിക്കണം. പടരുമെന്ന് പറയുന്നത് നാഷണൽ ഹൈവേ ദുരന്തമാണോ എന്നറിയില്ല. ഏതായാലും പടരും.
അതുറപ്പാ. ആ ഓപ്പറേഷൻ അവിടെ നടക്കട്ടെ. ഇനി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിലെ താരത്തിലേക്ക് വരാം. അത് മറ്റാരുമല്ല, ഒരു കാലത്തെ LDFന്റെ പായും പുലി, ഇപ്പോൾ അവരുടെ ഉത്തരം താങ്ങുന്ന പല്ലി PV അൻവർ. അദ്ദേഹത്തിന് ഒരു സംശയമില്ല, ജയിക്കും. വെറും ജയമല്ല, 75,000 വോട്ട് പിടിച്ചുള്ള ജയം. 75,000 വോട്ടിൽ കുറയാത്ത വോട്ട് ഈ നാടിന്റെ സ്ഥാനാർത്ഥിയായ PV അൻവറിനുണ്ടാകും. നിങ്ങൾ എഴുതി വെച്ചു, അടിവരടാണ്, ചിഹ്നമല്ല. ഈ നാടിന്റെ വേദനയാണ് PV അൻവർ. ആ മനുഷ്യന്റെ മുഖത്ത് നോക്കിയവർ വോട്ട് ചെയ്യും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഇതാ ഇങ്ങനെ. അതൊക്കെ എന്താ പറയുക, സ്വയംഭൂ എന്ന് പറയുന്നൊരു സംഗതി ഉണ്ട്, അതിലേക്ക് നീങ്ങും. അത് ജനങ്ങളത് ഏറ്റെടുക്കും. നിങ്ങൾ കണ്ടോ, അത് ആ റേഞ്ച് നിങ്ങൾക്ക് കാണാം. പലതും സ്വയംഭൂവാറുണ്ട്, എന്നാൽ വോട്ട് സ്വയംഭൂവായി ഉണ്ടാകുന്ന അത്ഭുതം ഇതാ നടക്കാനിരിക്കുകയാണ്. അത് മറ്റെവിടെയല്ല, നമ്മുടെ സ്വന്തം നിലമ്പൂരിൽ. തനിക്ക് എല്ലാവരുടെയും വോട്ട് കിട്ടും എന്ന ഉറപ്പിലാണ് പാവം PV അൻവർ. അതിന് കാരണവും അൻവർ പറയുന്നുണ്ട്. എവിടെ പോയി ഈ പാർട്ടിയുടെ കരുത്ത്? ഇത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമല്ല, എല്ലാവരുടെയും അനുഭവമല്ലേ. അത് മാറ്റണം, അനുവദിക്കൂല. ജനങ്ങളൊപ്പമുണ്ടെങ്കിൽ നിങ്ങളുണ്ടാവോ? നിങ്ങളുണ്ടാവുമോ? നിങ്ങളുണ്ടാവുമെങ്കിൽ അത് മാറ്റും. ഇനി PV അൻവർ ജയിക്കുമെന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല, പലരുടെയും വിക്കറ്റ് തെറിപ്പിച്ച പഴയ ക്രിക്കറ്റ് താരം, ഇപ്പോഴത്തെ तृणमूल कांग्रेस नेताവ് യൂസഫ് പത്താൻ MP. लोग आए हैं उन्हें सपोर्ट करने के लिए, ये उनका प्यार है और TMC का पूरा सपोर्ट अनवर जी के साथ है कि वो यहाँ से जीते और यहाँ के लोगों के लिए काम करते रहे, जिस तरह से आगे भी उन्होंने लोगों के लिए काम किया है और लोगों के लिए आवाजें उठाई है. പല പ്രമുഖരുടെയും വിക്കറ്റ് തെറിപ്പിച്ച പോലെ നിലമ്പൂരിൽ ഷൗക്കത്തിന്റെയും സ്വരാജിന്റെയും വിക്കറ്റ് ഒരുപോലെ തെറിപ്പിക്കാൻ അൻവറിനാവോ അറിയില്ല. പക്ഷേ ഒന്ന് സത്യമാണ്, ജനം കണ്ട സത്യം. പ്രിയങ്ക ഗാന്ധിയുടെ റാലിയേക്കാൾ എന്തുകൊണ്ടും ഏറെ ഗംഭീരമായിരുന്നു അൻവറിന്റെ യൂസഫ് പത്താനുമത്തുള്ള റാലി. അതൊന്നും വോട്ടാകുമെന്ന് എനിക്ക് അത്ര വിശ്വാസം പോരാ. പക്ഷെ അഥവാ വോട്ടായാൽ അൻവർ സ്വപ്നം കാണുന്ന ഒരു 75,000 ഒന്നുമില്ലെങ്കിലും ഒരു 50,000 വോട്ടെങ്കിലും പിടിക്കാൻ അൻവറിനായാൽ ഒരു ചതുഷ്കോണ മത്സരത്തിൽ അത്ഭുതങ്ങൾ പലതും സംഭവിക്കും. അത് അനുകൂലമാകുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. ഞാൻ ഏത് ഷേപ്പിൽ തിരിച്ചു വരുമെന്ന് എനിക്ക് നിശ്ചയമില്ല. ഏത് ഷേപ്പിൽ തിരിച്ചു വന്നാലും തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിടണം, കേട്ടോടെ അമാസ. അരിമണി ഒന്ന് കൊറിക്കാനില്ല, തരിവളയിട്ട് കിലുക്കാൻ മോഹം എന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഈ വീരവാദം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഈ വീരവാദം മുഴക്കുന്നത് മണ്ഡലത്തിൽ ശക്തി തെളിയിക്കുമെന്നൊക്കെ വീരവാദം മുഴക്കി കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ വെറും 3,281 വോട്ട് മാത്രം നേടി കെട്ടിവെച്ച കാശ് മാത്രമല്ല നാണവും മാനവും പോയ SDPI. അവിടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സാദിഖ് നടുത്തുടി. ഈ വർഷം SDPI മത്സരിക്കുന്നത് വിജയിക്കാനാണ്. വിജയിക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം ഈ മണ്ഡലത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എല്ലാം കേട്ടല്ലോ, നിങ്ങൾ എന്ത് പറയുന്നു? ആര് ജയിക്കും? എന്നാൽ ഇനി ഞാൻ പറയാം. അവിടെ UDF സ്ഥാനാർത്ഥി ആര്യാട് ഷൗക്കത്ത് തന്നെ ജയിക്കും, ഒരു സംശയം വേണ്ട. ഇത് ഞാൻ പറയാൻ കാരണം ഇതാണ്. ഈ പറയുന്ന ആൾ ആരാണെന്ന് അറിയില്ലേ? തോക്കുസ്വാമി എന്നറിയപ്പെടുന്ന സാക്ഷാൽ ഹിമവൽ മഹേശ്വര ഭദ്രാനന്ദ. രാശിപ്രകാരം ഒരു പ്രവചനം പോലെ പറയുകയാണെങ്കിൽ മിക്കവാറും ഇത് ആൾമോസ്റ്റ് ഷൗക്കത്ത് കൊണ്ടുപോകും. സംശയം തീർന്നില്ലേ? ഇനി ആര് ജയിക്കുമെന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർക്കുള്ള ഉത്തരം ഞാൻ പറയാം. ഇന്നല്ല, 23-ാം തീയതി രാവിലെ ഒരു 11 മണി കഴിയട്ടെ. അപ്പോൾ ഏതാണ്ട് ഒരു ചിത്രം ഇങ്ങനെ തെളിഞ്ഞു വരും പോലെ. അപ്പോൾ ഇനി യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു. നന്ദി പ്രകടനം കൂടി ബാക്കിയുണ്ടല്ലേ. അപ്പോൾ നന്ദി, നമസ്കാരം.